അസ്വാഭാവിക മരണങ്ങൾ സംഭവിക്കുമ്പോൾ മൃതദേഹങ്ങൾ കീറിമുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് നിയമപരമായൊരു സാധാരണ നടപടിയാണ്. എന്നാൽ ശരീരങ്ങൾ ഇങ്ങനെ കീറിമുറിക്കുമ്പോൾ മുറിവേൽക്കുന്നത് അവരുടെ ഉറ്റവരുടെ ഹൃദയത്തിൽ കൂടിയാണ്. കീറിമുറിക്കാതെയുള്ള വെർച്വൽ ഓട്ടോപ്സി അഥവാ ഡിജിറ്റൽ പോസ്റ്റ്മോർട്ടം സംവിധാനം കേരളത്തിലും നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആശ്വാസം നൽകുന്നതാണ്. കേരളത്തിൻ്റെ ആരോഗ്യ ഫോറൻസിക് രംഗത്ത് വലിയൊരു മാറ്റത്തിനാണ് വഴിയൊരുങ്ങുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ പുതിയ രീതിക്ക് തുടക്കമാവുക. മരണത്തിൻ്റെ ആഘാതത്തിൽ കഴിയുന്ന ബന്ധുക്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന, മൃതദേഹത്തോടുള്ള ആദരവ് നിലനിർത്തുന്ന ഒന്നാണ് ഈ ആധുനിക സാങ്കേതികവിദ്യ. എന്നാൽ ഉയർന്ന സാമ്പത്തിക ബാധ്യതയും നിയമപരമായ സങ്കീർണതകളും നിറഞ്ഞ ഈ സംവിധാനം കേരളത്തിൽ എത്രത്തോളം പ്രായോഗികമാണ്? ഇതിൻ്റെ ഗുണങ്ങളും പരിമിതികളും എന്തൊക്കെയാണ്? വിശദമായി പരിശോധിക്കാം. പരമ്പരാഗത പോസ്റ്റ്മോർട്ടത്തിൽ മൃതദേഹം പൂർണ്ണമായി കീറിമുറിച്ച് അവയവങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ വെർച്വൽ ഓട്ടോപ്സിയിൽ മൃതദേഹത്തിൽ ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കേണ്ടി വരുന്നില്ല. പകരം അത്യാധുനിക CT സ്കാൻ, MRI, ത്രിമാന ഇമേജിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ആന്തര അവയവങ്ങളും പരിക്കുകളും കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ വിലയിരുത്തുകയാണ് ചെയ്യുക. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് സർവകലാശാല വികസിപ്പിച്ച ഈ രീതി ഇന്ന് വികസിത രാജ്യങ്ങളിലും ഇന്ത്യയിൽ എയിംസ് പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലും നിലവിലുണ്ട്. ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ മാനുഷിക വശമാണ്. വിശ്വാസപരമോ സാംസ്കാരികമോ ആയ കാരണങ്ങളാൽ മൃതദേഹം കീറി മുറിക്കുന്നതിനോട് വിയോജിപ്പുള്ള കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. മാത്രമല്ല, മണിക്കൂറുകൾ നീളുന്ന പരമ്പരാഗത രീതിക്ക് പകരം മിനിറ്റുകൾക്കകം സ്കാനിംഗ് പൂർത്തിയാക്കുന്നതിനാൽ മൃതദേഹം വേഗത്തിൽ വിട്ടുകിട്ടുകയും ചെയ്യും. മറ്റൊരു വലിയ നേട്ടം നിയമപരമായ കൃത്യതയാണ്. പരമ്പരാഗത രീതിയിൽ ഡോക്ടറുടെ കുറിപ്പുകളും ചില ചിത്രങ്ങളും മാത്രമാണ് കോടതിയിലെത്തുക. ശരീരം സംസ്കരിച്ചു കഴിഞ്ഞാൽ പുനഃപരിശോധന അസാധ്യമാണ്. എന്നാൽ വെർച്വൽ ഓട്ടോപ്സിയിലൂടെ ലഭിക്കുന്ന ഡിജിറ്റൽ വിവരങ്ങൾ വർഷങ്ങളോളം കമ്പ്യൂട്ടറുകളിൽ സുരക്ഷിതമായി സൂക്ഷിക്കാം. ഭാവിയിൽ പുനരന്വേഷണം ഉണ്ടായാൽ പോലും ഈ 3D ദൃശ്യങ്ങൾ കോടതി മുറിയിൽ ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും മുന്നിൽ കൃത്യമായി പ്രദർശിപ്പിക്കാനാകും. വെർച്വൽ ഓട്ടോപ്സിക്ക് ചില പരിമിതികളുണ്ട്. അസ്ഥി ഒടിവുകൾ, വെടിയേറ്റ പരിക്കുകൾ, ആന്തരിക രക്തസ്രാവം എന്നിവ കണ്ടെത്താൻ ഇത് മികച്ചതാണെങ്കിലും എല്ലാ മരണങ്ങളിലും ഇത് മാത്രം പോരാ. ഉദാഹരണത്തിന് വിഷബാധയേറ്റുള്ള മരണങ്ങൾ, ചില പ്രത്യേകതരം അണുബാധകൾ, കോശതലത്തിലുള്ള വ്യതിയാനങ്ങൾ ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ കെമിക്കൽ ലാബ് പരിശോധനകളും ഹിസ്റ്റോപത്തോളജി പരിശോധനകളും അനിവാര്യമാണ്. ചുരുക്കത്തിൽ വെർച്വൽ ഓട്ടോപ്സി ഒരിക്കലും പരമ്പരാഗത പോസ്റ്റ്മോർട്ടത്തിന് ഒരു പൂർണ്ണ പകരക്കാരനല്ല, മറിച്ച് അതിനെ സഹായിക്കുന്ന ഒരു മികച്ച ആധുനിക ഉപാധി മാത്രമാണ്. ഡിജിറ്റൽ പോസ്റ്റ്മോർട്ടം നടപ്പിലാക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി ഇതിൻ്റെ ഉയർന്ന സാമ്പത്തിക ചെലവാണ്. ഒരു സമ്പൂർണ്ണ വെർച്വൽ ഓട്ടോപ്സി കേന്ദ്രം സ്ഥാപിക്കാൻ ഏകദേശം 40 മുതൽ 50 കോടി രൂപ വരെയോ അതിലധികമോ ചെലവ് വരാം. അത്യാധുനിക സ്കാനറുകൾ വാങ്ങുന്നതിനേക്കാൾ വലിയ ബാധ്യത അവയുടെ വാർഷിക പരിപാലനം, സോഫ്റ്റ്വെയർ ലൈസൻസുകൾ, ഡിജിറ്റൽ ഡാറ്റ സൂക്ഷിക്കാനുള്ള വൻകിട സെർവർ സംവിധാനങ്ങൾ എന്നിവയ്ക്കാണ്. കൂടാതെ ഇത് കൈകാര്യം ചെയ്യാൻ ഫോറൻസിക് വിദഗ്ധർക്കൊപ്പം പ്രത്യേക പരിശീലനം ലഭിച്ച റേഡിയോളജിസ്റ്റുകളുടെ സേവനവും ആവശ്യമാണ്. പരിമിതമായ സാമ്പത്തിക സ്രോതസ്സുള്ള നമ്മുടെ സംസ്ഥാനത്ത് മറ്റു പൊതുജനാരോഗ്യ മുൻഗണനകൾക്കിടയിൽ ഇത്രയും വലിയ തുക മുടക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന ചർച്ചയും സജീവമാണ്. ഇതോടൊപ്പം തന്നെ നിയമപരമായ വ്യക്തതയും ആവശ്യമാണ്. രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് പോലും അടുത്ത കാലത്ത് മാത്രം അനുമതി ലഭിച്ച നമ്മുടെ നിയമവ്യവസ്ഥയിൽ വെർച്വൽ ഓട്ടോപ്സി തെളിവുകളെ കോടതികൾ എങ്ങനെ സ്വീകരിക്കുമെന്നതിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. സാങ്കേതികവിദ്യയുടെ പുതുമയെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ സാമ്പത്തിക പരാധീനതകൾ കാരണം മുൻപ് പ്രഖ്യാപിച്ച പല ആരോഗ്യ പദ്ധതികളും മുടങ്ങിപ്പോയ ചരിത്രം നമുക്കുണ്ട്. വെർച്വൽ ഓട്ടോപ്സി പദ്ധതി ആ ഗണത്തിൽപ്പെടാതെ ഫലപ്രദമായി നടപ്പാക്കാൻ സർക്കാരിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.